നമ്മൾ സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്ന മിക്ക ആപ്ലിക്കേഷനുകളും ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ലോകമെമ്പാടും ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ക്രമാനുഗതമായ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത ഒരു രാജ്യം ലോകത്തിലുണ്ട്: ആഫ്രിക്കയിലെ ഉത്തര കൊറിയ. മൊബൈൽ ഫോണുകളിൽ ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കാൻ പൗരന്മാർക്ക് സാധിക്കാത്ത ലോകത്തിലെ ഒരേയൊരു രാജ്യമാണ് എറിത്രിയ. മൊബൈൽ ഡാറ്റയും അതുപോലെ സാങ്കേതിക വിദ്യകളും ഈ രാജ്യത്ത് വളരെ കുറവാണ്. ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മകമായ രാജ്യങ്ങളിൽ ഒന്നാണ് എറിത്രിയ. കിഴക്കൻ ആഫ്രിക്കയിൽ ചെങ്കടലിനോട് ചേർന്നാണ് ഈ രാജ്യമുള്ളത്. ജിബുട്ടി, സുഡാൻ, എത്യോപ്യ എന്നിവയാണ് അതിന്റെ അതിർത്തി രാജ്യങ്ങൾ. എറിത്രിയയിലെ സ്വേച്ഛാധിപത്യ ഭരണത്തെ ആഫ്രിക്കയിലെ ഉത്തര കൊറിയ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1,17,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള എറിത്രിയയിൽ ഏകദേശം 3.5 ദശലക്ഷം ആളുകളാണ് താമസിക്കുന്നത്. ഗുഡ് ന്യൂസ് ടുഡേയുടെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തിന് ഔദ്യോഗിക ഭാഷകളൊന്നുമില്ല. എറിത്രിയയുടെ ആളുകൾ സാധാരണയായി ടിഗ്രിന്യ, അറബിക്, ഇംഗ്ലീഷ് എന്നിവയാണ് സംസാരിക്കുന്നത്. ചിലർ കുഷിറ്റിക് അല്ലെങ്കിൽ ആഫ്രോ ഏഷ്യാറ്റിക് ഭാഷകളും സംസാരിക്കാറുണ്ട്. അസ്മാരയാണ് എറിത്രിയയുടെ തലസ്ഥാനം. ഇവിടെ ക്ലാസിക് ഇറ്റാലിയൻ കെട്ടിടങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് അസ്മാരയെ ചെറിയ റോം എന്നും വിളിക്കുന്നു. എറിത്രിയയിൽ സ്വേച്ഛാധിപത്യ ഭരണമാണ് നടക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം രാജ്യം ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പും നടത്തിയിട്ടില്ല. പൊതുജനങ്ങൾക്ക് ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത ലോകത്തിലെ ഏക രാജ്യമാണ് എറിത്രിയ. ജനസംഖ്യയുടെ ഏകദേശം 1% ആളുകൾക്ക് മാത്രമേ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എറിത്രിയയിൽ മൊബൈൽ ഡാറ്റ സേവനമില്ല. ആളുകളുടെ വീടുകളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാനും മാർഗമില്ല. രാജ്യത്തുടനീളം വളരെ കുറച്ച് കഫേകളിൽ മാത്രമാണ് ഇന്റർനെറ്റ് ഉപയോഗം പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. ഈ കഫേകളിൽ ആളുകൾ തങ്ങളുടെ മൊബൈൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വൈഫൈ വഴി ഇന്റർനെറ്റുമായി ബന്ധപ്പെടുന്നു. എന്നിരുന്നാലും ഈ കഫേകളിലെ ഇന്റർനെറ്റ് വേഗത വളരെ കുറവാണ്. ഈ കഫേകളിലെ ഉയർന്ന നിരക്ക് കാരണം എറിത്രിയയിലെ മിക്ക ആളുകൾക്കും സ്ഥിരമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാനും കഴിയുന്നില്ല. 1 മണിക്കൂർ വൈഫൈ ഉപയോഗിക്കാൻ ഏകദേശം 100 എറിത്രിയൻ നക്ഫ, അതായത് 100 രൂപയിൽ അല്പം കൂടുതലാണ് നിരക്ക്. രാജ്യത്തിന്റെ മോശം സാമ്പത്തിക സ്ഥിതി കാരണം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇന്റർനെറ്റ് ലഭ്യതയ്ക്കായി പണം മുടക്കാൻ സാധിക്കുന്നുള്ളൂ. ഇന്ത്യൻ യാത്രികനായ ശുഭം നോമോഡ് എറിത്രിയ സന്ദർശിച്ചതിനു ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. എറിത്രിയയിലെ ഫോണുകൾ അത്ര സ്മാർട്ട് അല്ലെന്ന് ശുഭം വീഡിയോയിൽ പറഞ്ഞു. ഒരു വാട്സപ്പ് സന്ദേശം അയക്കാൻ പോലും 10 മുതൽ 20 മിനിറ്റ് വരെയാണ് സമയമെടുക്കുന്നത്. ഫോട്ടോകളോ വീഡിയോകളോ ശരിയായി അപ്ലോഡ് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ സാധിക്കുന്നില്ല. ഇതാണ് ഈ രാജ്യത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യം. വളരെ കർശനമായ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിലായതിനാലും പൗരന്മാർക്ക് നിർബന്ധിത സൈനിക സേവനം ചെയ്യേണ്ടി വരുന്നതിനാലും എറിത്രിയയെ ആഫ്രിക്കയിലെ ഉത്തര കൊറിയ എന്ന് വിളിക്കുന്നു. എറിത്രിയയിൽ സ്വകാര്യമായ യാതൊന്നുമില്ല. ആശുപത്രികൾ, വിമാന കമ്പനികൾ, ഗതാഗതം, ടെലിവിഷൻ എന്നിവയെല്ലാം സർക്കാർ നിയന്ത്രിക്കുന്നതാണ്. എറിത്രിയയിൽ ATM സേവനങ്ങളില്ല. അതിനാൽ എവിടെ പോകുമ്പോഴും കയ്യിൽ പണം കരുതണം. ലോക പത്രസ്വാതന്ത്ര്യ സൂചികയിൽ എറിത്രിയ ഏറ്റവും പിന്നിലാണ്. ഇവിടെ സ്വതന്ത്രമായ വാർത്തകളോ പത്രപ്രവർത്തകരോ ഇല്ല. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു TV ചാനൽ മാത്രമേ ഉള്ളൂ. വിദേശ ചാനലുകൾക്കും ഇവിടെ അനുവാദമില്ല. സർക്കാർ അനുമതിയില്ലാതെ ആളുകൾക്ക് രാജ്യം വിടാൻ കഴിയുകയുമില്ല. രാജ്യം വിടാൻ ശ്രമിക്കുന്നവരെ വെടിവെച്ച് കൊല്ലുമെന്നാണ് റിപ്പോർട്ട്. എറിത്രിയയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ യാത്ര വളരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കുറവ് ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നായി ഈ രാജ്യം കണക്കാക്കപ്പെടുന്നത്.